ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. എന്താണെങ്കിലും അർച്ചന അറിയാതെ തന്നെ അർച്ചനയുടെ ചികിത്സ ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അതേപോലെ അമ്പലത്തിലൊക്കെ എന്തെങ്കിലും വഴിപാടുകളുണ്ടെങ്കിൽ നിങ്ങളും അത് ചെയ്തോളാൻ സന്ധ്യ പറയുന്നു. എന്താണെങ്കിലും അർച്ചനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് സന്ധ്യ പറയുമ്പോൾ അതെ, ഞങ്ങൾക്കതിൽ നല്ല വിശ്വാസമുണ്ടെന്ന് സച്ചിയും പറയുന്നു. ഇത് കേൾക്കുന്ന കമലയ്ക്കും മാഷിനും സന്തോഷമാവുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഔട്ട് ഹൗസിലേക്ക് വരുന്ന സ്നേഹയാണ് കാണിക്കുന്നത്. അത് പിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് സ്നേഹ പറയുമ്പോൾ എന്തിനാ വിളിക്കുന്നതെന്ന് ധനുഷ് ചോദിക്കുന്നു. അതൊന്നും എനിക്കറിയില്ലെന്ന് സ്നേഹ പറയുമ്പോൾ സ്നേഹയ്ക്ക് പിന്നാലെ പുറത്തേക്ക് ഓടുകയാണ് ധനുഷ്. പെട്ടെന്ന് അവന്തിക ധനുഷിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഈയിടെയായിട്ട് നിന്റെ കുട്ടിക്കളി അല്പം കൂടുന്നുണ്ട്. നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ഓർത്താലേ നിനക്ക് കൊള്ളാം. ഇനി മുതൽ നിന്റെ സകല പരിപാടികളും പുറത്തുനിന്ന് മതി. ഒരു സുപ്രഭാതത്തിൽ നീ ഇവിടെ വന്നതുപോലെ ഒരു സുപ്രഭാതത്തിൽ നീ ഇവിടെ നിന്ന് പോകണം. ഈ വിവാഹമെല്ലാം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നീ ഇവിടെ നിന്ന് പോകണമെന്നും അവന്തിക പറയുന്നു. പോകാനുള്ള സ്ഥലവും സമയവും ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടുന്ന് പോകുമ്പോൾ ധനുഷ് പറയുകയാണ്, പറ്റില്ല, ഞാൻ ഇവിടുന്ന് എവിടെയും പോകുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നതെങ്കിൽ ഞാൻ പറയുമ്പോൾ തന്നെ നീ ഇവിടുന്ന് പോകണമെന്ന് അവന്തിക പറയുമ്പോൾ ഞാൻ നിന്റെ ജോലിക്കാരനൊന്നുമല്ലെന്നും നിന്നെ സ്നേഹിക്കുന്ന ആളാണെന്നും നീ മറക്കുന്നുണ്ടെന്ന് ധനുഷ് പറയുന്നു. ഞാനും സ്നേഹയും കൂടി അടുക്കുന്നതല്ലേ നിന്റെ വിഷയം. എന്നാലേ നീ ഒരു കാര്യം കൂടി കേട്ടോ. ഞാൻ എന്താണെങ്കിലും സ്നേഹയെ കല്യാണം കഴിക്കും. ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യും. എന്നിട്ട് നീ പറയുന്ന ദിവസം ഇവിടെയുള്ള എല്ലാവരെയും നമ്മൾ കൊല്ലും. അവസാനം മൂത്തമകൻ നന്ദന്റെ ഭാര്യയും കൂടാതെ ഇളയമകൾ സ്നേഹയുടെ ഭർത്താവും മാത്രം ഇവിടെ ശേഷിക്കും. അതിനുശേഷം ഇവിടെയുള്ള സ്വത്തുക്കളെല്ലാം കൊണ്ട് നമ്മളല്ലേ ജീവിക്കാൻ പോകുന്നത്. സ്നേഹയ്ക്ക് അല്പമെങ്കിലും വിശ്വാസക്കുറവ് വന്നാലേ അതോടെ കാര്യങ്ങളെല്ലാം തീർന്നു. അതുകൊണ്ട് നീ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് ധനുഷ് പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി, നീയും നന്ദനും കൂടി ഒരു മുറിയിൽ തന്നെയാ കിടക്കുന്നത്. ഞാനിതുവരെ നിന്നെ സംശയിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് എനിക്ക് നിന്നോടുള്ള വിശ്വാസം. പക്ഷേ നിനക്ക് അതെന്നോടില്ലല്ലോ എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുകയാണ്, നീ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ ഇനി ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ധനുഷ്. പിന്നീട് കാണിക്കുന്നത് സേതുമാധവന്റെ അടുത്തിരിക്കുന്ന ധനുഷിനെയാണ്. നെല്ലിശ്ശേരിയിലെ എല്ലാ അംഗങ്ങളും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. ധനുഷിന്റെ അച്ഛനോടും അമ്മയോടും സഹോദരിയോടും ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറയണമെന്ന് നന്ദൻ പറയുമ്പോൾ അവർക്കൊക്കെ സമ്മതമാണെന്ന് ധനുഷ് പറയുന്നു. എന്നാലും അങ്ങനെയല്ലല്ലോ, അവരിവിടം വരെ ഒന്ന് വരണ്ടേ എന്ന് നന്ദൻ പറയുമ്പോൾ നാളെ തന്നെ വരാൻ പറയാമെന്ന് ധനുഷ് പറയുന്നു. ഇത് കേൾക്കുന്ന സ്നേഹ പുച്ഛത്തോടെ അർച്ചനയെ നോക്കുമ്പോൾ അർച്ചന പേടിയോടെ എല്ലാവരെയും നോക്കുകയാണ്. നാളെ തന്നെ ഞാൻ എൻ്റെ വീട്ടുകാരോട് വരാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ധനുഷ് അവിടുന്ന് പോകുമ്പോൾ അവന്തികയും ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് സേതു നന്ദനോട് പറയുകയാണ്, നാളെ നമ്മുടെ എല്ലാ ആളുകളും ഇവിടെ തന്നെ ഉണ്ടാകണം. വരുന്നവർക്കൊന്നും ഒരു കുറവും ഉണ്ടാകാനും പാടില്ല. പിന്നീട് കാണിക്കുന്നത് ധനുഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് പേടിയോടെ മുറിയിൽ നിൽക്കുന്ന അവന്തികയാണ്. അതേസമയം അനഘ ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. എന്താ ചേച്ചിയുടെ ഉദ്ദേശമെന്ന് അനഘ ചോദിക്കുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ നിനക്കറിയില്ലേ? ഇപ്പോൾ ഉദ്ദേശം മാറി പ്രവർത്തിക്കുന്നത് നീയാണെന്ന് അവന്തിക അനഘയോട് പറയുന്നു. ആരുടെങ്കിലുമുള്ള പ്രതികാരം വീട്ടാനായി ആരെങ്കിലും കള്ളക്കാമുകനെ കൊണ്ടുവരികയും ഒരു പെണ്ണിനെ കൊണ്ട് അയാളെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്യുമോ എന്ന് അനഘ ചോദിക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം നടക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുമെന്നും വേണമെങ്കിൽ സ്നേഹ ധനുഷിന്റെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യുമെന്നും അവന്തിക പറയുന്നു. എൻ്റെ കാര്യങ്ങൾ നടത്താനായിട്ടേ ചിലപ്പോൾ മാന്യത വിട്ടും എനിക്ക് പെരുമാറേണ്ടി വരും. പിന്നെ എൻ്റെ പകവീട്ടലിന് തടസ്സമായി വന്ന് നിന്നാലേ നിന്റെ ഉടലും ശരീരവും ഇവിടെ വേറെയായിട്ട് കിടക്കും. ഒരേ രക്തമാണെന്നൊന്നും ഞാൻ അന്നേരം നോക്കില്ല. ഇത് കേൾക്കുന്ന അനഘ ദേഷ്യത്തോടെ പറയുകയാണ്, എന്താണെങ്കിലും നിങ്ങൾ എന്നെ ചതിച്ചതുപോലെ സ്നേഹയെ ചതിക്കാൻ ഞാൻ അനുവദിക്കില്ല. സ്നേഹയുടെയും ധനുഷിൻ്റെയും വിവാഹം ഒരിക്കലും നടക്കാനും പോകുന്നില്ല. എങ്ങനെയെങ്കിലും ഞാനത് മുടക്കിയിരിക്കും. അഥവാ എനിക്കങ്ങനെ മുടക്കാൻ പറ്റാതെ വന്നാലേ നിങ്ങളുടെ എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരോടും തുറന്നു പറയും. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ അനഘയെ നോക്കുകയാണ്. ഞാൻ പറയാൻ പോകുന്നതിൽ ആദ്യത്തേതേ അവന്തികയുടെ പരപുരുഷ ബന്ധത്തെക്കുറിച്ച് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിലേ നിങ്ങൾ സ്നേഹയുടെ വിവാഹം ഒന്ന് നടത്തി കാണിക്ക്. അർച്ചനേട്ടത്തി ഒറ്റയ്ക്ക് നിന്നപ്പോൾ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴല്ലേ അർച്ചനയും അനഘയും കൂടി ഒന്നിച്ചു നിൽക്കുമ്പോൾ. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന നന്ദൻ അനഘയോട് ദേഷ്യപ്പെടുകയാണ്, നീ എന്താ പറഞ്ഞത്? ഈ വിവാഹം നീ എങ്ങനെയെങ്കിലും മുടക്കുമെന്നോ? ഈ നന്ദനാണ് വിവാഹം ഉറപ്പിച്ചതെങ്കിലേ നന്ദൻ വിവാഹം നടത്തിയിരിക്കും. നിനക്കത് കാണുകയും ചെയ്യാം.
അല്ലാത്ത പക്ഷം എങ്ങാനും നീയും നിന്റെ ചേച്ചിയും കൂടി ഇത് മുടക്കാൻ ശ്രമിച്ചാലേ അതോടെ ഇവിടുത്തെ പൊറുതി രണ്ടും അവസാനിപ്പിച്ചേക്കണം. ഇത് കേൾക്കുന്ന അനഘ മുറിയിൽ നിന്നും പോകുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.